പരദൂഷണം പറഞ്ഞുകൊണ്ടോ ഏഷണി പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ കളവുകൾ പ്രചരിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അയൽവാസിയായ സ്ത്രീയെ നിങ്ങൾ മോശമാക്കിക്കൊണ്ടോ നിങ്ങൾ ആരോടെങ്കിലും ഏതെങ്കിലും രീതിയിൽ ചങ്ങാട്ടം കൂടിയാൽ അല്ലാഹു ദുനിയാവിൽ തരുന്ന ശിക്ഷ എന്തെന്നറിയോ? വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാ എടുത്ത് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ അവിടെ കാണാം 160-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ് ഫബിളുൽമിൻ മിനല്ലദീന ഹാദൂ ഹറംനാ അലൈഹിം ത്വയ്യിബാത്തിൻ വഹില്ലത്തു ലഹും. അല്ലാഹു പറയുകയാണ് ഈ ദുനിയാവിൽ അവർക്ക് അനുവദിച്ചു കൊടുത്ത പലതിനെയും ഞാൻ ഹറാമാക്കുന്നതാ. ഈ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണേ. അല്ലാഹു പറയുകയാണ് ആരാണോ ദുൽമ കാണിക്കുന്നത് ദുനിയാവിൽ അവന് അനുവദിച്ചു കൊടുത്ത പല കാര്യങ്ങളെ ഞാൻ ഹറാമാക്കുന്നതാ. സഹോദരങ്ങളെ, ഹലാല് ഹറാം ഇനി ഒരിക്കലും രൂപാന്തരപ്പെടുന്നതല്ലല്ലോ. അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ ഈ പരിശുദ്ധ ദീനിനെ സമ്പൂർണമാക്കിയതാണ്. ഇനി ഒരു ഹറാമ് വരാനില്ല, ഇനി ഒരു ഹലാല് പരിപ്പിക്കപ്പെടാനില്ല. എല്ലാം സുതാര്യമാണ്, സുവ്യക്തമാണ്, സുസജ്ജമാണ്. എന്നാൽ റസൂലുള്ള പറഞ്ഞ വാക്കെന്താണ്? ഖുർആനിന്റെ ആയത്ത് എന്താണ്? ഫബിളുൽമിൻ മിനല്ലദീന ഹാദൂ ഹറംനാ അലൈഹിം ത്വയ്യിബാത്തിൻ വഹില്ലത്തു ലഹും. ജൂതന്മാരെ പ്രത്യേകിച്ച് സമാന സ്വഭാവക്കാരെ പൊതുവെയും അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. ആരാണോ സ്വന്തത്തോട് ദുൽമ കാണിക്കുന്നത്, ആരാണോ അപരനോട് ദുൽമ കാണിക്കുന്നത്, അവൻ അല്ലാഹു തആല ദുനിയാവിൽ അനുവദിച്ചു കൊടുത്ത പലതിനെയും അല്ലാഹു നിഷിദ്ധമാക്കുന്നതാ. ഒരു ഉദാഹരണം ഞാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു തരാ. സഹോദരങ്ങളെ, അല്ലാഹു നമുക്കിനി ഒന്ന് ഹറാമാക്കാനില്ല. ഇസ്ലാമിന്റെ ദീനിന്റെ സമ്പൂർണ്ണത പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാ. പക്ഷെ എങ്ങനെയാണ് അല്ലാഹു തന്ന ഹലാലാക്കിയതിനെ ഹറാമാക്കുന്നതെന്നറിയോ? കഴിക്കാൻ ഭക്ഷണം തന്നില്ലേ മാമോടുകാരാ, കുടിക്കാൻ വെള്ളം തന്നില്ലേ ചുഴുവഞ്ചിറക്കാരാ. ഇത് അല്ലാഹു അങ്ങ് തടയുമെന്നാണ്. അല്ലാഹു ഇതങ്ങ് തടയുമെന്നാണ്. കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ കഷ്ടപ്പെടുമെന്നാണ് എന്ന് പറഞ്ഞ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്തെടുത്ത് കളയുമെന്നാണ്. ആരാണോ അക്രമം കാണിക്കുന്നത്, എവിടെയാണോ ദുൽമ നടക്കുന്നത്, അവിടെ നിന്ന് അല്ലാഹു ആദ്യം ചെയ്യുന്നത് ഹറംനാ അലൈഹി ത്വയ്യിബാ. അല്ലാഹു അനുവദിച്ചതിനെ അല്ലാഹു തആല എടുത്തങ്ങ് മാറ്റുമെന്നാണ്. നിങ്ങൾക്കറിയുമോ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം പറഞ്ഞു, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങൾ 3 എണ്ണമാണ്. അതിൽ ഒന്നാമത്തേത് വഫാത്തു റസൂലില്ലാഹ്. എന്റെ പുണ്യപൂമാൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞതാ. എന്റെ നായകൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖങ്ങളിൽ ഒന്ന്. രണ്ടാമത്തേതോ ഖത്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞതാ. ഉസ്മാൻ തങ്ങളുടെ കൊലയാണ് എന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നഷ്ടം. മൂന്നാമത്തെ നഷ്ടം ഏതെന്നറിയോ? മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, എന്റെ മൂന്നാമത്തെ നഷ്ടം എന്റെ ഒരു സഞ്ചി നഷ്ടപ്പെട്ടതാണ്. എന്റെ ഒരു സഞ്ചി കളഞ്ഞുപോയി. ആ സഞ്ചി നഷ്ടപ്പെട്ടതാണ് എന്റെ ജീവിതത്തിലെ മൂന്നാമത്തെ നഷ്ടം. ചുഴുവഞ്ചിറക്കാരായ നിങ്ങൾക്ക് എന്തെങ്കിലും അത്ഭുതം തോന്നുന്നുണ്ടോ? അതില് നബിതങ്ങളുടെ വഫാത്തുമായി കണക്ട് ചെയ്യപ്പെടുന്ന, ഉസ്മാൻ തങ്ങളുടെ ഷഹാദത്തുമായിട്ട് രക്തസാക്ഷിത്വവുമായിട്ട് ബന്ധപ്പെടുന്ന രീതിയിൽ ഒരു സഞ്ചി കളഞ്ഞു എന്ന് പറയുമ്പോ ആ സഞ്ചിക്ക് എന്തോ മൂല്യമുണ്ടെന്നല്ലേ മനസ്സിലാവുക? ആ സഞ്ചിക്ക് എന്തോ വലിയ ഒരു പ്രത്യേകത ഉണ്ടെന്നല്ലേ? ആ സഞ്ചിക്ക് പ്രത്യേകത ഉണ്ട്. ആളുകൾ ചോദിച്ചു അബൂ ഹുറൈറ തങ്ങളോട്, എന്താ സഞ്ചിയിലുള്ള പ്രത്യേകത? അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഒരു ദിവസം ഞാനും എന്റെ പ്രവാചകനും കൂടി നടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, അബൂ ഹുറൈറ കഴിക്കാൻ എന്തുണ്ട് സഞ്ചിയിൽ? ഞാൻ പറഞ്ഞു, നബിയെ, ഇത് അഹ്ലുൽ ഈമാനിന് വേണ്ടി മാത്രം പറയാട്ടോ. സഹോദരങ്ങളെ, ഇത് നിങ്ങളാകുന്ന മുഅ്മിനീങ്ങൾക്ക് വേണ്ടി മാത്രം പറയാ. നിരീശ്വരവാദികൾക്കും എക്സ് മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിനെ കടന്നാക്രമിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന വിവരദോഷികൾക്ക് വേണ്ടി ഞാൻ പറയുന്നതല്ല. ഞങ്ങളുടെ മതത്തിന്റെ ആദർശത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ വലിയ കണ്ണീരൊലിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ മതം ഞങ്ങളോട് പറയുന്ന കാര്യം കൃത്യമായി അതനുസരിച്ച് ജീവിക്കാനും അത് ചർച്ച ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം ബഹുമാനപ്പെട്ട ഇന്ത്യ മഹാരാജ്യത്തിന്റെ
ബഹുമാനപ്പെട്ട ഭരണഘടന തന്നിട്ടുണ്ടെങ്കിൽ അത് പ്രചരിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. അതിന് നിങ്ങൾക്ക് നേരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വലിയ സങ്കടമാണ് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ. പരിശുദ്ധമായ ദീനിന്റെ ചില കാര്യങ്ങൾ ഹോറിമാരെ പറ്റി കേൾക്കുമ്പോ നിങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. സ്വർഗത്തിന്റെ തോട്ടത്തെ പറ്റി പറയുമ്പോ ഇവിടുത്തെ എക്സ് മുസ്ലിമിനും വിവരം കെട്ട തമ്മീസുമില്ലാത്ത നിരീശ്വരവാദികൾക്ക് നോവേണ്ട കാര്യമൊന്നുമില്ല. ഇത് അഹ്ലുൽ ഈമാനോട് ഞങ്ങൾ മൈക്കേട്ടി പ്രസംഗിക്കുന്ന കാര്യമാണ്. അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ റസൂൽ തങ്ങളുമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ നബി തങ്ങൾ ചോദിച്ചു, എന്തെങ്കിലും വിശപ്പുണ്ടോ, എന്തെങ്കിലും കയ്യിലുണ്ടോ? ഞാൻ പറഞ്ഞു, നബിയെ കുറച്ച് ഈത്തപ്പഴമുണ്ട്. അള്ളാന്റെ റസൂൽ ആ സഞ്ചിക്കകത്ത് കൈയിട്ടു. എന്നിട്ട് അള്ളാന്റെ റസൂൽ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു. ആ സമയത്ത് എന്നോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അബൂ ഹുറൈറ, വേണ്ടി വരുമ്പോഴൊക്കെ അതിനകത്ത് കൈയിട്ട് ഈത്തപ്പഴം എടുത്ത് കഴിച്ചോ. ഞാൻ കഴിച്ചു. ഞാൻ ഒത്തിരി നാൾ കഴിച്ചു. എനിക്ക് വേണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ ആ സഞ്ചിയിലേക്ക് കൈയിടും. എന്നിട്ട് ഞാൻ ഈത്തപ്പഴം എടുത്ത് കഴിക്കും. അവസാനം എന്റെ സഞ്ചി നഷ്ടപ്പെട്ടു പോയത് എപ്പോഴാണെന്നറിയോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എന്ന പ്രവാചകന്റെ 2 പെൺമക്കളെ കല്യാണം കഴിച്ചിരുന്ന, വിശുദ്ധ ഖുർആൻ എഴുതി പിടിപ്പിച്ച വിശുദ്ധ ഖുർആനിനെ മുസ്ഹഫിന്റെ കോലത്തിൽ കൊണ്ടുവന്ന മദീനത്തുൻ നബവിയോട് ചേർന്നുള്ള ഏതാനും ചില ഏക്കർ വസ്തുക്കൾ മദീനത്തുൻ നബവി മസ്ജിദുൻ നബവിക്ക് തികയാതെ വന്നപ്പോൾ 35,000 ദീനാറിന് പള്ളിക്ക് വേണ്ടി വാങ്ങിക്കൊടുത്ത, കുടിക്കാൻ ശുദ്ധവെള്ളമില്ലാത്തതിന്റെ പേരിൽ കഷ്ടപ്പെടുമ്പോൾ ജൂതന് 25,000 ദീനാറ് കൊടുത്തിട്ട് കിണർ വാങ്ങി മസ്ജിദുൻ നബവിയോട് ചേർത്തി കൊടുത്ത അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് സ്വർഗത്തിൽ ഒരു കൂട്ടുകാരനുണ്ടെന്ന് വിശേഷിപ്പിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എന്ന വൃദ്ധനായ ആ ഖലീഫയെ വീട്ടിൽ തടങ്കലിലാക്കിയിട്ട് വീട്ടിലേക്ക് എരച്ചു കയറിയിട്ട് വിശുദ്ധ ഖുർആൻ എടുത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈപ്പത്തി വെട്ടിക്കളഞ്ഞ് അവസാനം ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞ നോമ്പുകാരനായി ലോകത്ത് നിന്ന് ഷഹാദത്ത് വരിച്ചുപോയ ഉസ്മാൻ തങ്ങളുടെ ക്രൂരമായ കൊലപാതകം നടക്കുമ്പോൾ എന്റെ സഞ്ചി നഷ്ടപ്പെട്ടു.